BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും കേരളത്തിൽ തിരിച്ചെത്തുന്നുണ്ട്. ഇന്നു മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് ജൂൺ 21-നും 22-നും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 21-22 തീയതികളിലും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. 23-24 തീയതികളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ, ഇടിയോടും കൂടിയ മഴ തുടരും. പിന്നീടുള്ള 2 ദിവസം മഴ കുറഞ്ഞ് വീണ്ടും മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ജൂൺ 1 മുതൽ 20 വരെയുള്ള സമയത്ത് 25% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയത്. എന്നാൽ അതിനാവശ്യമായ മഴ എത്തുന്നതായിരിക്കും. നിലവിൽ വടക്കൻ കേരളത്തിന് മുകളിലായി സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് കേന്ദ്ര മീറ്ററോളജിക്കൽ വിഭാഗം അറിയിച്ചത്. അതിനാൽ തന്നെ മഴയുടെ ശക്തി കൂടാനാണ് സാധ്യത. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിലായി ജൂൺ 21-22 തീയതികളിലായി മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ജൂൺ 21-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും 22-ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമായാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം താഴ്ന്ന പ്രദേശത്തുള്ളവർ മാറണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. യാത്രകൾ ഒഴിവാക്കണമെന്നും മലയോര മേഖലയിലേക്കുള്ള വിനോദയാത്രകളും രാത്രി യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കണം. പുഴകളിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളിലോ തോടുകളിലോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. അതേസമയം സ്വകാര്യ പൊതുയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ ഒഴിവാക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ച് കടക്കാനോ നദികളിലോ മറ്റോ ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാൻ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.